അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നറിയോ? ഇതാണ് ഞാൻ ഇഫ്താറിന് തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിതാ 2 വലിയ തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് ചിരണ്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി, വലിയ ജീരകം, ഒരു പാകത്തിന് ലേശം മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ചിരകിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. 2 തേങ്ങയും ചിരകിയെടുക്കണം കേട്ടോ. ഇനി ഇത് ഒരു ചെമ്പട്ടിക്ക് മാറ്റി കൊടുക്കണം. ആ മാറ്റി കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒന്നാണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചെമ്പട്ടിയിൽ. എന്നിട്ട് നമ്മൾ തേങ്ങ അതിലിട്ട് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ ഈ വലുപ്പത്തിലാണ് ഉള്ളിയൊക്കെ വെന്ത് കിട്ടട്ടെ പെട്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നത്. നല്ല മുരിർത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല വെന്ത് കിട്ടണം. ഇനി ഇതിന് പാകത്തിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്നങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ. കറിവേപ്പില ലേശം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല ഒന്നങ്ങണ്ട് വറുത്തെടുക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല വറുത്ത് കിട്ടുള്ളൂ. മറ്റേത് അടി പിടിക്കും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈയെടുക്കാതെ ഇളക്കണമെന്ന് പറയണത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പല ജോലി തിരക്കിനിടയിലൊക്കെ നമുക്ക് ഒരു ചിക്കനോ ഒന്ന് കടല കറി വെക്കണമെങ്കിൽ വറുത്തരച്ച് കറി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പകുതി തേങ്ങയും പകുതി വറുത്തരച്ചത് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ പരിപാടിയായിട്ട്. അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്പത്തേക്ക് ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ തന്നെ വറുത്ത് അതേ ടേസ്റ്റിൽ കിട്ടും. കുറേ കാലം ഇരിക്കും കേട്ടോ പുറത്ത്. വെള്ളം തൊടിയിക്കരുത്. വെള്ളം തൊടിക്കാതെ നല്ല പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ കാലം ഇരിക്കും കേട്ടോ. കൈ തോരാതെ ഇളക്കി നല്ല കൈ കടയും കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വരില്ല കേട്ടോ. ആയി തുടങ്ങുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വറുക്കണ സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും. അത് ഏകദേശം മാവണ സമയത്താണ് കേട്ടോ, നമ്മൾ മുരിഞ്ഞ് വരുന്ന സമയത്താണ് നല്ല സ്മെല്ല് ഇങ്ങനെ പുറത്തിങ്ങനെ മണം ഇങ്ങനെ വരും. ഇത് വറുത്ത ആ ഒരു സ്മെല്ല്. നമ്മൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ നല്ല ഇങ്ങോട്ട് മുരിഞ്ഞ് കിട്ടണം. വലിയ ജീരകമൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ അതെല്ലാം നല്ല മുരിഞ്ഞ് വരുന്ന കേട്ടോ. ഇതിപ്പോൾ ഏകദേശം കണ്ട് ആയിട്ടുണ്ട്. എടുത്തൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. പുറത്തേക്ക് തന്നെ നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്കിത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടില്ല നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൗണ്ട് വരണം. അപ്പോഴാണ് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കൊട്ടി വെക്കേണ്ടത്. മുരിയന്നെ ചെയ്യണേ, എന്നാലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഉള്ളിയാണെങ്കിലും ജീരകമാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും ഒക്കെ നല്ല ഇങ്ങോട്ട് കറിവേപ്പിലൊക്കെ പൊട്ടണുണ്ടോ. അങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. മറ്റേത് പെട്ടെന്ന് പൂക്കെ. ഞാനിതാ പൊടിച്ചിട്ടൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ലേശം ഒരു അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ ഒരു അരമുറി തന്നെ ഒരു തേങ്ങ വറുത്തതും അതിലിട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ്. അതേ ഫുള്ള് വറുത്ത് അരച്ച തേങ്ങൻ്റെ അതേ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.